നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാ ഇൻവെസ്റ്റർമാരും സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് പുണ്യം കിട്ടാനായിട്ടല്ല, ലാഭം കിട്ടാനായിട്ടാണല്ലേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്റ്റോക്കുകളിൽ എങ്ങനെ കൃത്യമായിട്ട് ലാഭം എടുക്കാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. RupeeMonk അടക്കമുള്ള മിക്കവാറും എല്ലാ യൂട്യൂബ് ചാനലുകളിലും പറയുന്നത് എന്താണ്, നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യണം, പൊസിഷണൽ ട്രേഡിങ് ചെയ്യണം, ഷോർട്ട് ടേം ട്രേഡിങ് ചെയ്യണം, നിങ്ങൾ ലോങ് ടേം ട്രേഡിങ് ചെയ്യണം, ഓപ്ഷൻസ് ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, അതായത് പൊസിഷൻസ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ പലരും വിട്ടുപോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ പൊസിഷൻസ് എങ്ങനെ വിറ്റ് മാറി ലാഭം എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തവരാണ് മിക്കവാറും എല്ലാവരും. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളടക്കമുള്ള ചാനലുകളൊന്നും ആ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രക്രിയയെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും എല്ലാ വീഡിയോകളിലും ഒരു കാര്യം ഒന്ന് പ്ലെയിനായിട്ട് പറഞ്ഞു പോകാറുണ്ട്. അതായത് എൻട്രി എക്സിറ്റ് എന്നുള്ള ഒരു രീതി കൃത്യമാക്കിയിട്ട് മാത്രമേ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. ആ എക്സിറ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന രംഗം. അതായത് എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മളുടെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 120 ആകുമ്പോൾ വിറ്റ് ലാഭം എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 120 വരെ ചിലർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുൻപ് ഒക്കെ നമുക്ക് പൊസിഷൻസ് ലൈറ്റ് ചെയ്തുകൊണ്ട് പൊസിഷൻസ് കുറച്ചുകൊണ്ട് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്, അതിനുശേഷം കുറച്ച് ക്വാണ്ടിറ്റി 120 വരെ വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു എക്സിറ്റ് മെത്തേഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മൊത്തം സ്റ്റോക്കുകളും ഒരു വലിയൊരു ലെവലിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യാനും അങ്ങനെ നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേജ്ഡ് ആയിട്ട് ബൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങും കൂടെ ചെയ്യുക എന്നുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി എന്ന് കരുതുക. ആ സ്റ്റോക്ക് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 130 പക്ഷേ എനിക്ക് അതിൽ ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വലിയൊരു ക്വാണ്ടിറ്റി എനിക്ക് 100 ആവറേജിനുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്ക് 110 എത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പിൻവലിക്കാം, 120 എത്തുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ പിൻവലിക്കാം, 130 എത്തുമ്പോൾ മൊത്തം ക്വാണ്ടിറ്റിയും പിൻവലിക്കാം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതുകൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ പേഴ്സണലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടതിന് ശേഷം നമുക്ക് ചെയ്യാം. സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് എന്ത് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും വേണം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രോക്കറായിട്ടുള്ള 5 പൈസ ലാസ്റ്റ് ഒരു 5 വർഷം കൊണ്ട് 12 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്തത് അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സർവീസും അവരുടെ വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളും വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സും ഒക്കെ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് 5 പൈസ. അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 പൈസയുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്യാൻ പറ്റും. അതിനൊപ്പം പ്രൊമോ കോഡ് എന്നുള്ള സ്ഥലത്ത് ഓഫർ 250 എന്ന് പറഞ്ഞ പ്രൊമോ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറയും. അതിലേക്കും ഒരു OTP വരും. KYC സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാൻ കാർഡ് നമ്പർ കൊടുക്കാനായിട്ട് പറയും. ആ പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിമും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൺഫേം ചെയ്യാനായിട്ട് അവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മെയിലാണോ ഫീമെയിൽ ആണോ, മാരീഡ് ആണോ, അതുപോലെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇൻകം,
അതുപോലെ അഡ്രസ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് സെറ്റപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അത് വെരിഫൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് എന്തിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഉള്ള ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ FNO, അതുപോലെ കറൻസി, കമോഡിറ്റി, ഗോൾഡ്, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെ ഒട്ടുമിക്ക എല്ലാ അസറ്റ് ക്ലാസ്സിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷൻ 5 പൈസ തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുള്ള ടിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് 5 പൈസയുടെ ഓപ്ഷൻ. ഈ ഓഫർ 250 എന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നു. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്ന് വരിക. 100 രൂപയ്ക്ക് ഒരു 10,000 ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു കമ്പനിയുടെ. ആ 10,000 ഷെയർ വാങ്ങിയിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് 120ലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ ലാഭമൊക്കെ കിട്ടി. പക്ഷേ അത് 120ൽ നിന്ന് താഴേക്ക് വന്ന് 100 അതിൽ 98 ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവും അതിനനുസരിച്ച് കൂടും. അപ്പം നമ്മൾ ഈ കയറി പോയിട്ടുള്ള ആ ഒരു ഗുണം നമ്മൾക്ക് എൻകാഷ് ചെയ്യാൻ പറ്റാതെ വന്നു അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാർഷ്യലായിട്ടെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. എല്ലാ സ്റ്റോക്കിലും അല്ല, നമ്മൾക്ക് 2 തരത്തിലുള്ള സ്റ്റോക്കുകൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് എല്ലാവർക്കും ഒരു കോറായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയും ഒരു സാറ്റലൈറ്റിലായിട്ടുള്ള പോർട്ട്ഫോളിയോയും വേണം. കോറായിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ വലിയ കാലത്തേക്ക് നമ്മൾ ഒരു മൾട്ടി ബാഗർ ആവുമെന്നോ അല്ലെങ്കിൽ വളരെ നല്ല റിട്ടേൺ കൺസിസ്റ്റന്റ് ആയിട്ട് തരുമെന്നോ കരുതുന്ന സ്റ്റോക്കുകളെ കോർ പോർട്ട്ഫോളിയോയിലും, അല്ലാതെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ലാഭം എടുത്ത് മുന്നോട്ട് പോകേണ്ട തരത്തിലുള്ള സ്റ്റോക്കുകളെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ സാറ്റലൈറ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഒരു 20-25% ലാഭം കിട്ടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിയുടെ ഒരു 25% നിങ്ങൾ ലാഭം എടുത്തു എന്ന് കരുതുക. ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ 100 രൂപയുടെ 10,000 ഷെയറുകൾ വാങ്ങി. അതിൽ നിന്ന് ഞാൻ ഒരു 2,500 ഷെയർ 120 ആയപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്ര രൂപ ലാഭം കിട്ടി? 50,000 രൂപ ലാഭം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾക്ക് അത് ഭയങ്കര ഒരു എന്തായിരിക്കും, ഒരു റിലീഫായിരിക്കും. അതായത് ഞാൻ 10 ലക്ഷം രൂപ കിട്ടിയതിൽ 50,000 ഇപ്പം ഞാൻ സേഫ് ആയിട്ട് എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഇനി സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റേജിൽ വീണ്ടും കുറച്ച് വിൽക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മളുടെ ഒരു കംഫർട്ട് ലെവല് കൂട്ടുന്നതിനായിട്ട് വളരെയധികം ഉപകരിക്കും. അതുപോലെ നമ്മുടെ ഒരു ഇമോഷൻസ് വളരെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ധൃതി പിടിച്ചിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ നിന്ന് നമ്മളത് പിന്തിരിപ്പിക്കും. അതാണ് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഉദാഹരണത്തിൽ ഈ 130 വരെ പോയ സ്റ്റോക്ക് 100ലേക്കും 98ലേക്കും ഒക്കെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക്കും ഇവിടെ കുറയും അല്ലേ. അതായത് 120ൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് 110ലോ 108ലോ ഒക്കെ വന്നാലും നമുക്ക് നമ്മളുടെ ആ ഒരു വിഷമത്തിന് കുറച്ച് കുറവുണ്ടാവും. ആ റിസ്ക് കുറച്ച് മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു കാര്യവും ആണ് ഈ പ്രോഫിറ്റ് ബുക്ക് പാർഷ്യലായിട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഈ മാർക്കറ്റിൽ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? ഫിയറും ഗ്രീഡും എന്ന് പറയും അല്ലേ. പേടിയും ആർത്തിയും. ഈ 2 കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഫിയറും ഗ്രീഡും ബാലൻസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നല്ലൊരു മെത്തേഡാണിത്. അതായത് നമ്മൾ വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് ഒരു സ്റ്റോക്ക്, നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉയർന്നു പോകുമ്പോൾ നമ്മൾ ഗ്രീഡി ആയിട്ട് അത് വിൽക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചിലപ്പോൾ എല്ലാം കൂടെ അടപടലം
പൊട്ടി താഴെ പോകും. അതുപോലെ നമ്മൾ പേടിച്ച് താഴേക്ക് പോകുമ്പോൾ കുറേശ്ശായിട്ട് ആവറേജ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ അത് തിരിച്ചു കയറുമ്പോൾ നമുക്ക് ആ ഗുണം കിട്ടാവുകയും വരും. അപ്പോൾ ഈ ഫിയറിനെയും ഗ്രീഡിനെയും ഒരു നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ബൈ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പീമിംഗ് സർവീസിലെ മെമ്പേഴ്സിനും നമ്മൾ 2-3 സ്റ്റോക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആർതി ഡ്രഗ്സ്, കാപ്ലിൻ പോയിന്റ്, അതുപോലെ KRBL, ഇങ്ങനെയുള്ള 3 സ്റ്റോക്കുകളിൽ നമ്മളുടെ ആളുകൾ ഒരു 30-35% പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള അത്ര ലോങ് ടേം ബെറ്റായിട്ട് നമ്മൾ അത്ര കരുതാത്ത എന്നാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളിൽ നമ്മൾക്ക് പീരിയോഡിക്കായിട്ട് വരുമാനം എടുക്കാനും അത് ഉയർന്ന ലെവലിൽ വിറ്റ് മാറി നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളത്. ഒറ്റയടിക്ക് പൈസ ഇക്വിറ്റി മാർക്കറ്റിൽ ഇടരുത്, അതുപോലെ തന്നെ ഒറ്റയടിക്ക് പിൻവലിക്കുകയും വരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആപ്തവാക്യം. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്തവാക്യത്തിനോട് യോജിക്കുന്ന ഒരു കാര്യമാണ് ഈ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആസ്ക് റുപ്പീമിംഗ് സർവീസിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്ത് ഇത് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു എന്ന് വരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പീമങ്ക് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ്. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം.